ഒരു ആഗോള അയ്യപ്പ സംഗമവും അതിൽ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങളും വിമർശനങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ സാമുദായിക സംഘടനകളുടെ ഒരു പിന്തുണ സർക്കാരിന് ലഭിക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സുകുമാരൻ നായരുടെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. സർക്കാരിനോട് അടുക്കുന്ന, അതായത് ഇടതു പിണക്കം മാറിയ ഒരു സംസാരമായിരുന്നു നമ്മൾ കേട്ടത്. കോൺഗ്രസിന്റെ കള്ളക്കളി മനസ്സിലായി എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ NSSന്റെ അഭിപ്രായ വ്യത്യാസം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് കെ മുരളീധരൻ ഒരു മറുപടിയായി പറഞ്ഞത്. മുതിർന്ന നേതാക്കൾ തന്നെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. സുകുമാരൻ നായർ വർഗീയതയ്ക്കെതിരെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ UDFന് അതിൽ ആശങ്കയില്ല എന്നുമാണ് കെ മുരളീധരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. NSSന്റെ പുതിയ നിലപാട് UDFന് തിരിച്ചടിയാകും. അല്ല, അയ്യപ്പ സംഗമത്തിൽ പാർട്ടി വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. മറ്റൊന്നുമല്ല, ഒന്ന് ഇത് ഒരു മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കാൻ 6 മാസം മാത്രമുള്ളപ്പോഴാണ് ഈ സംഗമം നടക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിച്ച ഒരു കാര്യവും നടക്കില്ല. ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ഇപ്പോഴേ നിലവിലുണ്ട്, പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഇതിനൊരു കൂടുതൽ സംഗമം നടത്തി കൂടുതൽ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിട്ട് കാര്യമില്ല. ഇത് വളരെ ലേറ്റായിട്ടാണ് ഈ സംഗമം നടത്തിയത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ പേരിൽ ചാർത്തപ്പെട്ട കേസുകളുണ്ട്. മരിച്ച ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് പോലും കേസുണ്ട്. ഇതൊന്നും പിൻവലിച്ചിട്ടില്ല. 2 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊടുത്ത സത്യവാങ്മൂലം പിണറായി തിരുത്തി. ഞങ്ങൾ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്ത അഫിഡവിറ്റ് പുനഃസ്ഥാപിക്കണം. ഈ NSSന്റെ നിലപാടിൽ ശബരിമല ആചാര സംരക്ഷണത്തിൽ കോൺഗ്രസും BJP ഒന്നും ചെയ്തിട്ടില്ല. അല്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാനുണ്ടായിട്ടില്ല. കേന്ദ്രത്തിലും കേരളത്തിലും ഞങ്ങൾ ഭരിച്ചിട്ടില്ല അതിനുശേഷം. എന്നാൽ BJPയുടെ ശരിയാണ്. BJP അതിന് 2014 മുതൽ കേന്ദ്രത്തിൽ ഭരിക്കുകയാണ്. അവരൊന്നും ചെയ്തില്ല. ഇപ്പോൾ ഈ സംഗമം നടത്തിയപ്പോൾ ഇവർ ബദൽ സംഗമം നടത്തി. BJP പുറത്തു വരാതെ ബിഹൈൻഡ് ദ കർട്ടൻ. അതിലെന്തൊക്കെയാണ് പറഞ്ഞത്? അതിൽ സത്യം പറഞ്ഞാൽ ശബരിമലയുടെ എല്ലാ വിശ്വാസങ്ങളെയും കാറ്റിൽ പറത്തിയ ഒരു സമ്മേളനമായിരുന്നു. വാവരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു. പിന്നെ NSSന് വന്നിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഞങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കും. കാരണം ഇതെല്ലാം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കാര്യത്തിൽ ഒരു സന്തോഷമുള്ളത്, ശ്രീ സുകുമാരൻ നായർ അദ്ദേഹം എല്ലാ കാലത്തും വർഗീയതയ്ക്കെതിരെ സ്റ്റാൻഡ് എടുത്ത ആളാണ്. പറയുമ്പോൾ മുന്നോക്ക സമുദായത്തിൻ്റെ സംഘടനയായിട്ട് പോലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, NSSൻ്റെ ഒരു പരിപാടിയിലും BJPക്കാരെ ക്ഷണിക്കാറില്ല. അപ്പോൾ അത് ഒരു നയമാണ് NSSൻ്റെ. പക്ഷെ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും പ്രയാസം ഞങ്ങളെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും. അല്ല, ഈ NSSനെ പരിഗണിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നിക്കാണുമോ UDF? അല്ല, എന്താണ് പ്രയാസം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് അതിന് പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കും. മുതിർന്ന നേതാക്കൾ തന്നെ ചർച്ചയ്ക്ക് തീർച്ചയായും സീനിയർ ലീഡേഴ്സ് തന്നെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നു. അപ്പോൾ ഞാനും ഒക്കെ സ്ഥിരം അവിടെ പോകാറുണ്ട്. പക്ഷേ അത് പോരാ. അങ്ങനെ ഒരു പാർട്ടിയുടെ സ്റ്റാൻഡിനെ കുറിച്ച് തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള നേതാക്കന്മാർ തന്നെ അടുത്ത് തന്നെ സന്ദർശിച്ച് പരിഹാരം ഉണ്ടാക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. NSSന്റെ ഈ പുതിയ നിലപാടിൽ LDF ആണ് ആത്മവിശ്വാസത്തിൽ. പക്ഷേ അവർക്ക് ഇനി ഇലക്ഷനിൽ തോൽക്കുന്ന ഒരു ആത്മവിശ്വാസമായിരിക്കും. ഒരിക്കലും UDFന്റെ സാധ്യത ഇല്ലാതാക്കുന്ന ഒരു നടപടി NSS സ്വീകരിക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. NSSന്റെ പുതിയ നിലപാട് UDFനെ ബാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു തീർക്കുന്നത്. അനൂപിനൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് നമുക്കിപ്പം. അമൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നേതാക്കളൊക്കെ ഇങ്ങനെ ശുഭാപ്തി വിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്, UDFന് ആശങ്കയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ സുകുമാരൻ നായർ പറഞ്ഞത് UDFൻ്റെത് കള്ളക്കളിയാണത്, ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുമാണ്. അപ്പോൾ ഇങ്ങനെ നേതാക്കളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇടത് പിണക്കം മാറിയ ഈ ഒരു NSSന്റെ അല്ലെങ്കിൽ മറ്റ് സാമുദായിക നേതൃത്വത്തിന്റെ ഒക്കെ ഈ ഒരു പോക്ക് LDFന് കൂടുതൽ കോൺഫിഡൻസ് നൽകുകയും അതേപോലെ കോൺഗ്രസിന് നന്നായിട്ട് പണിയെടുക്കേണ്ടി വരികയും ചെയ്യും അല്ലേ അമൽ? UDFനെ സംബന്ധിച്ചിടത്തോളം NSSന്റെ നിലപാട് വലിയ പ്രതിസന്ധിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആഗോള അയ്യപ്പ സംഗമം ഏത് തരത്തിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളത് വിലയിരുത്തുകയാണ്. അതിനെ തുറന്നെതിർക്കേണ്ടിയിരുന്നോ എന്നൊരു ആലോചന UDFനിടയിൽ 2 വിധത്തിലാണ് നടക്കുന്നത്. അങ്ങനെ തുറന്നെതിർക്കേണ്ടിയിരുന്നില്ല, അതിനൊപ്പം സഹകരിക്കാമായിരുന്നു എന്നുള്ള നിലപാടെടുക്കുന്ന ഒരു ഭാഗം നേതാക്കളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് പോകേണ്ടിയിരുന്നില്ല, പോകാത്തത് നന്നായി എന്ന് പറയുന്ന നേതാക്കളുമുണ്ട്. പക്ഷേ ഈ NSS ഇങ്ങനെ നിലപാട് തുറന്നു പറയുമ്പോഴാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയാവുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സമുദായ സംഘടനകൾ NSSും SNDPയും ഈ പരിപാടിയോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. മാത്രമല്ല സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും അനുകൂലമായ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതാണ് UDFിൽ ആലോചന. അപ്പോൾ സ്വാഭാവികമായും ഈ ഒന്നുകിൽ BJP അല്ലെങ്കിൽ
CPM എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ ഭൂരിപക്ഷം മാറിയോ എന്നൊരു ആശങ്ക UDF-നിടയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനായി അടിയന്തരമായി ഇടപെടൽ വേണം എന്നുള്ളതാണ് ഒരു വിഭാഗത്തിൻ്റെ നിലപാട്. അത് പരിഹരിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഒരു ടീമിനെ തന്നെ നിയോഗിക്കാം എന്നുള്ളതാണ് ചില നേതാക്കൾ നിർദ്ദേശിക്കുന്നത്. അതിപ്പോൾ എങ്ങനെ വേണമെന്നുള്ള ആലോചനയൊന്നും നടന്നിട്ടില്ല. എന്തായാലും നിലവിൽ ഈ വിഷയത്തിൽ കൃത്യമായൊരു ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്, പരസ്യമായി പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് UDF-ൻ്റെ. കെ മുരളീധരൻ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ, ആശങ്കയുണ്ട്. മുരളീധരൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടി മറ്റ് പല നേതാക്കളും ഈ വിഷയത്തിലെ നിലപാടിൽ ഞങ്ങൾക്ക് ആശങ്കയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അങ്ങനെയല്ല. ഉള്ളിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. ആശയക്കുഴപ്പം പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ വേണം എന്നുള്ള നിലപാടുള്ള നേതാക്കളാണ് ഭൂരിഭാഗവും. ഇനിയിപ്പോൾ അതെങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്.